ഒരു പ്രശസ്ത സംവിധായകൻ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചെന്നും അതിന് വഴങ്ങാത്തതിനെ തുടർന്ന് സംവിധായകൻ പ്രതികാരം വീട്ടിയെന്നും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായ നടിയും സംവിധായകയുമായ ലക്ഷ്മി രാമകൃഷ്ണൻ. സംവിധായകന്റെ ആവശ്യത്തിന് വഴങ്ങാത്തതിനാൽ തന്നോട് പ്രതികാരം ചെയ്തതായും ലക്ഷ്മി വ്യക്തമാക്കി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മി ഇക്കാര്യം വ്യക്തമാക്കിയത്. വഴങ്ങാത്തതിനെ തുടർന്ന് സംവിധായകൻ തന്നോട് സെറ്റിൽ വെച്ച് പരസ്യമായി അസഭ്യം പറയുകയും ചെയ്തിരുന്നതായി ലക്ഷ്മി രാമകൃഷ്ണൻ വ്യക്തമാക്കി. കൂടാതെ അഭിനയിച്ച രംഗങ്ങൾ വീണ്ടും വീണ്ടും ചിത്രീകരിക്കുകയും തന്നെ കൊണ്ട് 25 തവണ വരെ റീടേക്ക് എടുപ്പിച്ചിരുന്നതായും ലക്ഷ്മി വെളിപ്പെടുത്തി. തന്നോട് മോശമായി പെരുമാറിയതിന് മാപ്പ് പറയണമെന്ന് താൻ ആവശ്യപ്പെട്ടപ്പോൾ പിന്നീട് കൂടുതൽ മോശമായി പെരുമാറുകയായിരുന്നെന്നും ലക്ഷ്മി പറഞ്ഞു. സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു സംവിധായകൻ അയച്ച വ്യക്തി തന്റെ ഫ്ളാറ്റിലെത്തി ആദ്യം സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും പിന്നീട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തണമെന്നും ആവശ്യപ്പെടുകയായിരുന്നെന്നും ലക്ഷ്മി പറഞ്ഞു. ആദ്യം താൻ കരുതിയിരുന്നത് ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നതെന്നും എന്നാൽ പിന്നീടാണ് മനസ്സിലാകുന്നത് അയാൾ സംസാരിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണെന്നും. തുടർന്ന് അയാളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ബുദ്ധിമതിയായ സ്ത്രീകളോടൊപ്പം ജോലി ചെയ്യാൻ പല സംവിധായകർക്കും താല്പര്യമില്ലെന്നും സിനിമാ മേഖലയിലെ ചിലരുടെ ഇത്തരം സമീപനങ്ങളാണ് സിനിമ കുറയ്ക്കാൻ കാരണമെന്നും ലക്ഷ്മി പറയുകയുണ്ടായി. ജോലി ചെയ്യുന്നതിന്റെ പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നത് പോലും പലർക്കും ഇഷ്ടമല്ലെന്നും തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും സിനിമയിൽ മാറ്റമുണ്ടാകില്ലെന്നും ലക്ഷ്മി കുറ്റപ്പെടുത്തി. ലോഹിതദാസിന്റെ ചക്രമുത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ലക്ഷ്മി അവസാനമായി അഭിനയിച്ചത് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലാണ്. തമിഴിൽ 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ലക്ഷ്മി രാമകൃഷ്ണൻ തമിഴ്, തെലുങ്ക് ഭാഷകളിലായി ഇതിനോടകം നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. For latest news, like, share it and subscribe to Star Sun News.